Hi all, welcome to our multimedia and animation all in class. Okay, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ക്ലാസ്സിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇമേജ് ഡയമെൻഷൻ വരെയാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. രണ്ട് ടൈംസ് പഠിച്ചു അല്ലേ? രണ്ട് ടൈംസിൽ ഒന്നെന്ന് പറയുന്നത് പിക്സൽ ആണ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഇമേജ് ഡയമെൻഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന വേറെ കുറച്ച് ടൈംസും കൂടെ ഉണ്ട്, അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് വൺ വന്നിട്ട് റെസൊല്യൂഷൻ എന്ന് പറയും. വാട്ട് ഈസ് റെസൊല്യൂഷൻ? നമ്പർ ഓഫ് പിക്സൽസ് പെർ ഇഞ്ച് ഈസ് കോൾഡ് റെസൊല്യൂഷൻ. ഒരു ഇഞ്ചിൽ വരുന്ന പിക്സലുകളുടെ എണ്ണമാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് PPI, പിക്സൽസ് പെർ ഇഞ്ച് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, then higher the resolution, more detailed will be an image. ഒരു ഇമേജിന്റെ റെസൊല്യൂഷൻ വളരെ ഹയർ ആണെങ്കിൽ ആ ഒരു ഇമേജിന് നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും കിട്ടുന്നത്. രണ്ട് ടൈപ്പ് റെസൊല്യൂഷൻസ് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് പ്രിന്റ് റെസൊല്യൂഷൻ, വേറെ ഒന്ന് വെബ് റെസൊല്യൂഷൻ ആണ്. പ്രിന്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ഒരു റെസൊല്യൂഷൻ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രിന്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ചെയ്യുന്ന ഒരു ഡിസൈൻ പ്രിന്റ് എടുക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ ഡിസൈനിങ്ങും നമുക്ക് പ്രിന്റ് എടുക്കേണ്ടതായിട്ട് വരും. നമുക്കൊരാൾ ഒരു വർക്ക് തന്നേക്കുവാണ്, ഒരു വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ഒരു ഫിലിം പോസ്റ്റർ നിങ്ങളുടെ അടുത്ത് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസ്റ്റർ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് മസ്റ്റ് ആയിട്ടും പ്രിന്റ് എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രിന്റ് റെസൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. Two types of print resolutions are there. One is 300 and another one is 600. Okay, ഇതൊരു റെസൊല്യൂഷൻ വാല്യൂ ആണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. 300 എന്ന് പറയുന്ന റെസൊല്യൂഷൻ ഉണ്ട്, 600 എന്ന് പറഞ്ഞ റെസൊല്യൂഷൻ ഉണ്ട്. നമ്മൾ 300 എന്ന് പറഞ്ഞ റെസൊല്യൂഷൻ നമ്മൾ കൊടുക്കുന്നത് എല്ലാ പ്രിന്റിംഗ് പർപ്പസിനും നമുക്ക് 300 എന്നുള്ള റെസൊല്യൂഷൻ നമുക്ക് വളരെ കോമൺ ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് നമുക്കൊരു ആഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ഒരു ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ചെയ്തുവെങ്കിൽ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും 300 എടുത്തിട്ട് കൊടുത്തിട്ടാണ് ചെയ്യാൻ. പ്രിന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഡിസൈൻ ചെയ്ത ആഡിന് ഒട്ടും ക്വാളിറ്റി കാണില്ല. അപ്പൊ നമ്മൾ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? പ്രിന്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു ഡിസൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും റെസൊല്യൂഷൻ 300 തന്നെ കൊടുത്തോണം. നെക്സ്റ്റ് വൺ വന്നിട്ടാണ് 600 എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ? നിങ്ങളുടെ അടുത്ത് ഞാൻ 600 എന്ന് പറഞ്ഞ റെസൊല്യൂഷനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഈ ഒരു 600 റെസൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും എന്ന് പറയാൻ കാരണം ഒരു ഫ്ലെക്സ് ഡിസൈൻ ചെയ്യുകയാണ്. ഫ്ലെക്സിന്റെ ഡയമെൻഷൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരാൾ ഒരു ഫ്ലെക്സ് ഡിസൈൻ ചെയ്യാൻ തന്നേക്കുക, അവർ പറയുന്നത് എന്താണ്? ഒരു 10 അടി വീതിയും 5 അടി ഹൈറ്റും ഉള്ള ഒരു ഫ്ലെക്സ് അവർക്ക് വേണം എന്നുള്ള രീതിയിലായിരിക്കും അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. നമുക്കിനി വരാൻ പോകുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതിനകത്ത് ഫസ്റ്റ് തന്നെ പുതിയൊരു ഡോക്യുമെന്റ് എങ്ങനെ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് തന്നെ. അതിനകത്ത് നമ്മുടെ റെസൊല്യൂഷൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്ന എല്ലാ ടൈംസും ആ ഒരു ഡോക്യുമെന്റ് വിൻഡോയിൽ വരുന്നുണ്ട്. എന്നെങ്കിൽ പോലും ഞാനത് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ബേസിക് ആയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുവാണ്. കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇത് മനസ്സിലാക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോഷോപ്പ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ടൈംസ് ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, ഒരു ഫ്ലെക്സ് പ്രിന്റ് ചെയ്യാൻ തരുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ഫീറ്റ് എന്നുള്ള ഒരു യൂണിറ്റിലാണ് പറയുന്നത്. 10 അടി 5 അടി എന്നുള്ള ഒരു യൂണിറ്റിലായിരിക്കും അവർ നമ്മുടെ അടുത്ത് ഇതെല്ലാം പറയുന്നത്. ഡോക്യുമെന്റ് വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, അതിനകത്ത് ഫീറ്റ് എന്നുള്ളൊരു യൂണിറ്റ് നിങ്ങൾക്ക് ഒരിക്കലും കാണില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മെത്തേഡുകളുണ്ട് അല്ലെ? നമുക്ക് ഈ ഫീറ്റ് എന്നുള്ള ആ ഒരു മെഷർമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇഞ്ചിലേക്കോ സെന്റിമീറ്ററിലേക്കോ മില്ലിമീറ്ററിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കൺവേർട്ട് ചെയ്തെടുത്ത് ചെയ്യാം. ഓക്കെ, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 10x5 സൈസിൽ വരുന്ന ഒരു ഫ്ലെക്സ് നമ്മുടെ അടുത്ത് ഡിസൈൻ ചെയ്യാൻ തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 10 അടി എന്നുള്ളതിനെ നമ്മൾ എന്താകും? 10 ഇഞ്ചാക്കും. 5 അടി എന്നുള്ളതിനെ നമ്മൾ എന്താക്കും? 5 ഇഞ്ചാക്കും. അവിടെയാണ് നമുക്ക് റെസൊല്യൂഷന്റെ ഇമ്പോർട്ടന്റ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും 10 അടിയും 10 ഇഞ്ചും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. 5 അടിയും 5 ഇഞ്ചും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ 10x5 എന്നുള്ള അടിക്കണക്കിൽ തരുന്ന മെഷർമെന്റിനെ നമ്മൾ 10 ഇഞ്ചും 5 ഇഞ്ചും ആക്കിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ഒട്ടും ക്വാളിറ്റി കാണില്ല, തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലെ? 10 അടി വീതി ഇടാൻ പറഞ്ഞിട്ട് നമ്മൾ എന്താ ഇട്ടേക്കുന്നത്? 10 ഇഞ്ച് ഇട്ടേക്കുന്നത്. 10 അടിയും 10 ഇഞ്ചും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്കത് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടും അത്. ഓക്കെ, ആ ഒരു സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 300 കൊടുക്കാതെ അവിടെ നമ്മൾ എന്ത് കൊടുക്കും? 600 കൊടുക്കും. 10 അടി എന്നുള്ളതിനെ 10 ഇഞ്ചാക്കിയും 5 അടി എന്നുള്ളതിനെ നമ്മൾ 5 ഇഞ്ചാക്കി നമ്മൾ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് റെസൊല്യൂഷൻ നമ്മൾ 600 കൊടുത്ത് ഡിസൈൻ ചെയ്ത് ഒരു പ്രിന്റിംഗ് സ്ഥാപനത്തിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അവരതിനെ എന്ത് ചെയ്യും? ഈ 10x5 എന്നുള്ള ഒരു വലിയ സൈസിലേക്ക് ആ ഒരു ഇമേജിനെ വലിച്ചു നീട്ടും. ഓക്കെ, മീൻസ് സ്കെയിൽ ചെയ്യും അതിനെ. ആ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരിക്കലും ക്വാളിറ്റി ലോസ് ഉണ്ടാകില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസൊല്യൂഷൻ എത്ര കൊടുത്തേക്കാണ്? 600 കൊടുത്തേക്കാണ് റെസൊല്യൂഷൻ. ഓക്കെ, ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ രണ്ട് വാല്യൂ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഞാൻ പറഞ്ഞത് തന്നെ. അടുത്ത റെസൊല്യൂഷൻ ആണ് എന്ത്? വെബ് റെസൊല്യൂഷൻ എന്ന് പറയും. ഈ വെബ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന
ഒരു റെസൊല്യൂഷൻ ടൈപ്പാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ ഇമേജ് ഒക്കെ കാണാൻ വേണ്ടി ആ ഒരു ഇമേജിന്റെ ഒക്കെ ഒരു ഡിഫോൾട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 72 അല്ലെങ്കിൽ 150 അല്ലെങ്കിൽ 72 പോലുള്ള വാല്യൂ ആയിരിക്കും സാധാരണ രീതിയിൽ ആ ഒരു ഇമേജിന് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ആ ഇമേജിന്റെ റെസൊല്യൂഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. 72 അല്ലെങ്കിൽ 150 ഒക്കെ ആയിരിക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്ത് ചിലപ്പോൾ അതിനിടയ്ക്കുള്ള റെസൊല്യൂഷൻ ഒക്കെ വന്നിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞത് 72 ആൻഡ് 150 എന്ന് പറഞ്ഞ റെസൊല്യൂഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദാറ്റ് മീൻസ് അതൊരു പ്രിവ്യൂ ആൻഡ് വെബിൽ യൂസ് ചെയ്യുന്ന റെസൊല്യൂഷൻ ആണ് ഈ ഒരു വെബ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ റെസൊല്യൂഷൻ വാല്യൂ വരുന്നത് 72 അല്ലെങ്കിൽ 150 ആണ്. ഇങ്ങനെ രണ്ട് ടൈപ്പ് റെസൊല്യൂഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഒന്ന് പ്രിന്റ് റെസൊല്യൂഷനും വേറെ ഒന്നാണ് വെബ് റെസൊല്യൂഷനും. അതിനകത്ത് പ്രിന്റ് റെസൊല്യൂഷൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന വർക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു വർക്കാണെങ്കിൽ നമ്മൾ ഇതിന് മസ്റ്റ് ആയിട്ടും ഞാൻ പറഞ്ഞ പ്രിന്റ് റെസൊല്യൂഷനിൽ പറഞ്ഞ 300 അല്ലെങ്കിൽ 600 എന്നുള്ള ഒരു വാല്യൂ ഇട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. രണ്ടാമത് നമ്മൾ പഠിച്ച റെസൊല്യൂഷൻ ഏതാണ്? വെബ് റെസൊല്യൂഷൻ. അത് ജസ്റ്റ് ഒരു പ്രിവ്യൂവിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ വെബ് റെസൊല്യൂഷനുമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ രണ്ട് വാല്യൂ വരുന്നത് 72 അല്ലെങ്കിൽ 150 ആണ്. അതിന് വാല്യൂ വേരി ചെയ്യുക. പ്രിന്റ് റെസൊല്യൂഷന്റെ വാല്യൂ നിങ്ങൾ ഇങ്ങനെ തന്നെ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത് വളരെ സേഫ് ആയിട്ടുള്ള റെസൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് റെസൊല്യൂഷൻ എന്നുള്ള ടൈമിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈമിലേക്ക് പോവാം. കളർ മോഡ്സ് ആണ്. കളർ മോഡ്സ് ഡിഫൈൻ ദ കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ദാറ്റ് ആർ നീഡഡ് ടു റെപ്രസെന്റ് ആൻ ഇമേജ്. അതായത് ഒരു ഇമേജ് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കളർ കോമ്പിനേഷൻ ആണ് നമ്മൾ കളർ മോഡുകളായിട്ട് പറയുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് 5 കളർ മോഡുകളാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ വരുന്നത്. ഈ 5 കളർ മോഡുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ആദ്യമേ തന്നെ RGB കളർ മോഡാണ്, 2 CMYK കളർ മോഡാണ്, 3 ഗ്രേ സ്കെയിൽ കളർ മോഡാണ്, 4 ലാബ് കളർ മോഡാണ്, 5 ബിറ്റ് മാപ്പ് കളർ മോഡാണ്. ഓക്കെ, ഇത്ര 5 ടൈപ്പ് കളർ മോഡുകളാണ് ഫോട്ടോഷോപ്പിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഡിഫൈൻ ചെയ്ത് തരാം. നമ്മൾ ചെയ്യുന്നതെല്ലാം എന്താണ്? ഗ്രാഫിക്സ് വർക്കുകളാണ് അല്ലേ. നമ്മൾ പല ടൈപ്പ് കളറുകളെല്ലാം ഇട്ട് ചെയ്യുന്ന ഡിസൈനുകളാണ് നമ്മൾ ഈ ഗ്രാഫിക് ഡിസൈനിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? കളർ മോഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. മീൻസ് നമ്മൾ ഓരോ കളറും ഫില്ല് ചെയ്തിട്ടാണ് ഓരോ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? കളർ മോഡിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊരു ഇമേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഇമേജിനകത്ത് പല ടൈപ്പ് കളർ കോമ്പിനേഷൻ ആണ് ഉള്ളത്. അവിടെ എന്തുണ്ട്? കളർ മോഡിനും കളറിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കളർ മോഡുകൾ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞ കളർ മോഡിലേക്ക് നമുക്ക് പോകാം. RGB എന്ന് പറഞ്ഞ ഒരു കളർ മോഡാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. RGB സ്റ്റാൻഡ്സ് ഫോർ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. R സ്റ്റാൻഡ്സ് ഫോർ റെഡ്, G സ്റ്റാൻഡ്സ് ഫോർ ഗ്രീൻ, B സ്റ്റാൻഡ്സ് ഫോർ ബ്ലൂ. ഓക്കെ, ഈ ഒരു RGB കളർ മോഡാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. അത് വളരെ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കളർ മോഡാണ് എന്ത്? RGB എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞ 3 കളർ ചാനലുകളുടെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു RGB കളർ മോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കളർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞ 3 കളറിന്റെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്ന കളർ വരുന്നത്. ഇപ്പൊ നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡിസൈനകത്ത് ഫില്ല് ചെയ്ത് നമുക്കൊരു കളർ വേണം. ആ കളർ ക്രിയേറ്റ് ചെയ്യുന്നത് റെഡും ഗ്രീനും ബ്ലൂവും ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അതിനെ നമ്മൾ RGB കളർ മോഡ് എന്ന് പറയുന്നത്. എല്ലാ ഡിജിറ്റൽ ഡിവൈസുകളും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കളർ മോഡ് RGB ആയിരിക്കും. അത് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു കളർ മോഡാണ് ഈ RGB എന്ന് പറയുന്നത്. റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞ 3 കളർ ചാനലുകളുടെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും നമുക്ക് ആ കളർ മോഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പഠിക്കാൻ 3 കളർ മോഡ് ഏതാണ്? CMYK എന്ന് പറയും. സിയാൻ, മജന്ത, യെല്ലോ ആൻഡ് ബ്ലാക്ക്. Z സ്റ്റാൻഡ്സ് ഫോർ സിയാൻ, M സ്റ്റാൻഡ്സ് ഫോർ മജന്ത, Y സ്റ്റാൻഡ്സ് ഫോർ യെല്ലോ, K സ്റ്റാൻഡ്സ് ഫോർ ബ്ലാക്ക്. ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാം. നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ആ ന്യൂസ് പേപ്പർ എടുക്കുക. ആ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ആ ന്യൂസ് പേപ്പറിന്റെ ഒന്നിലെ ടോപ്പ് മാർജിനിലോ അല്ലെങ്കിൽ ബോട്ടം മാർജിനിലോ ചെക്ക് ചെയ്യുക. അവിടെ ഇതുപോലത്തെ ഒരു 5 or 6 കളറിന്റെ ഒരു സാമ്പിളുകൾ കാണിക്കും. ഒരു ഓവൽ ഷേപ്പിൽ കണ്ടാവും. അതെന്താണ്? അത് ഈ CMYKയുടെ കളർ മോഡാണ് അവർ അതിനകത്ത് കാണിച്ചേക്കുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ന്യൂസ് പേപ്പറിന്റെ മുകളിലോ അല്ലെങ്കിൽ താഴെ ഇന്നർ പേജുകളിൽ നോക്കുക, മുകളിലോ താഴെ നോക്കുക. അതിനകത്ത് ഇങ്ങനെ ഒരു 4-5 കളറിന്റെ ഒരു ഡോട്ടുകൾ കാണിച്ചിട്ടുണ്ടാവും. അത് കളർ സാമ്പിൾ പ്രിന്റ് ചെയ്ത് വരുന്നതാണ്. നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കും. ഈ ഒരു കളർ മോഡ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? പ്രിന്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു കളർ മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏത്? CMYK എന്നുള്ള കളർ മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിന്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ പ്രിന്റർ ഉണ്ടെങ്കിൽ ആ പ്രിന്ററിന്റെ ഇങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഏതാണ് അതിനകത്ത് വന്നേക്കുന്ന കളറുകൾ എന്നുള്ള ഈ CMYK ആയിരിക്കും പ്രിന്ററിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇങ്ക് ആയിട്ട് വരുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇതാണ് CMYK എന്ന് പറഞ്ഞ കളർ മോഡ് അല്ലേ. അവിടെ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു കളർ നമുക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? 4 ചാനലുകളുടെ കോമ്പിനേഷൻ, അതായത് സിയാൻ, മജന്ത, യെല്ലോ ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ഈ 4 ചാനലുകളുടെ
കോമ്പിനേഷൻ ആയിട്ടായിരിക്കും TMYK കളർ മോഡിൽ ഇത് വരുന്നത്. ഇനി തേർഡ് കളർ മോഡ് വന്നിട്ടാണ് എന്ത് ഗ്രേ സ്കെയിൽ കളർ മോഡ് അല്ലെ. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ അല്ലെ. നമ്മൾ ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കൊടുക്കാൻ നേരത്തെ അവർ നമ്മളോട് ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് എത്ര സൈസിലാണ് വേണ്ടത്, പിന്നെ നമ്മളോട് ചോദിക്കുന്നത് എന്താണ് ഏത് കളറാണോ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഡ്വർടൈസ്മെന്റ് ആണോ എന്ന് ചോദിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഡ്വർടൈസ്മെന്റ് ആണോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഡ്വർടൈസ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഗ്രേ സ്കെയിൽ എന്ന് പറഞ്ഞ കളർ മോഡ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ. ഇപ്പൊ നിങ്ങൾക്കത് ആദ്യമേ തന്നെ ഗ്രേ സ്കെയിൽ ആക്കി ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ നമുക്ക് ഈ വരും ക്ലാസ്സുകളിലൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്രേ സ്കെയിൽ എന്നുള്ള കളർ മോഡ്. അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡീസാച്ചുറേറ്റഡ് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ, മീൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഡ്വർടൈസ്മെന്റുകളൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗ്രേ സ്കെയിൽ എന്ന് പറയുന്ന ആ ഒരു കളർ മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത കളർ മോഡ് വരുന്നത് ബിറ്റ് മാപ്പ് കളർ മോഡാണ് അല്ലെ. ഈ ബിറ്റ് മാപ്പ് കളർ മോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാനൊന്ന് പറയാം. ബിറ്റ് മാപ്പ് മോഡ് യൂസ് വൺ ഓഫ് ടു കളർ വാല്യൂ ടു റെപ്രസെന്റ് ദ പിക്സൽസ് ഇൻ ആൻ ഇമേജ്. അതായത് ഒരു ഇമേജിനകത്തുള്ള ഒരു പിക്സലിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒന്നില് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് എന്ന് പറഞ്ഞ കളർ യൂസ് ചെയ്യുന്നു. അതാണ് എന്ത് ബിറ്റ് മാപ്പ് കളർ മോഡ് എന്ന് പറയുന്നത്. ബിറ്റ് മാപ്പ് കളർ മോഡ് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും യൂസ് ചെയ്യുന്ന ഒരു പോർഷൻ അല്ല. മീൻസ് അതിന്റെ വളരെ കളർ ഡെപ്ത് വളരെ കുറവായിരിക്കും, കളർ ക്വാളിറ്റിയും വളരെ കുറവായിരിക്കും. സോ അപ്പോൾ ഇത്രയാണ് റെസൊല്യൂഷൻ ആൻഡ് കളർ മോഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടൈംസും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, hope all of you understand this section. So see you next section. Thank you.